ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2ൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ? അടിപൊളിയായിട്ടുള്ള ട്വിസ്റ്റാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു അലോകിൻ്റെ വാദം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനുശ്രീയുടെ വാദമാണ് വരാൻ പോണത്. അങ്ങനെ അനുശ്രീയുടെ വാദത്തിലും കുറേ കാര്യങ്ങൾ അനുവിൻ്റെ വക്കീലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനു പറയുന്ന സത്യമായ കാര്യങ്ങൾക്ക് അലോകിൻ്റെ വക്കീൽ ഒബ്ജക്ഷൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് കല്യാണത്തിൻ്റെ തലേദിവസം നടന്ന എല്ലാ സത്യങ്ങളും കൃത്യമായിട്ട് തന്നെ അനുശ്രീ കോടതി മുമ്പാകെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് കോടതിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം തെളിവ് വേണ്ടേ? അപ്പോൾ ഇനി നാളെ കാണിക്കുന്ന ആ എപ്പിസോഡിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പം അനുശ്രീ കൊണ്ട് ഇങ്ങനെ ഒരു കഥ പറയും പോലെ പറഞ്ഞാൽ അത് കോടതിക്ക് ബോധ്യമാവില്ലല്ലോ. അപ്പം അലോകിൻ്റെ വക്കീൽ അത് ഒബ്ജക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ഇപ്പോൾ നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് തെളിവോ സാക്ഷികളോ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അലോകിൻ്റെ വക്കീൽ ഇടിച്ചിട്ടണക്ക് അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കേൾക്കുന്ന വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനുമായിട്ട് ഒന്ന് ശ്രമിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ ആ സമയത്താണ് അനുവിൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം തെളിഞ്ഞു വരുന്നത്. അതായത് താനും അലോകും തമ്മിലുള്ള റിലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും തൻ്റെ ജീവിതത്തിൽ തൻ്റെ അച്ഛൻ ഒരു നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് താൻ അതിലോട്ട് അങ്ങ് പോയതാണ്, ജീവനുമായിട്ടുള്ള ഒരു ഇത്. ആ സമയത്ത് നമ്മുടെ സുകന്യേട്ടത്തിനെ വിളിച്ച് അലോക് വീണ്ടും അനുവിനെ ടോർച്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ച കാര്യങ്ങളൊക്കെ അനു ആ സമയത്താണ് ആലോചിക്കുന്നത്. അപ്പോൾ അനു കോടതിയിൽ പറയുന്നുണ്ട് അതിനൊരു സാക്ഷി ഉണ്ട് എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. അതായത് തൻ്റെ മാമൻ ധർമ്മൻ എന്ന് പറയുന്ന മാമൻ്റെ ഭാര്യ സുകന്യേട്ടത്തി ഉണ്ട് എന്നുള്ളത് പറയണു. അങ്ങനെ ആ കാര്യങ്ങൾ വെച്ചിട്ട് കോടതി പിറ്റേ ദിവസത്തേക്ക് അടുത്ത വിചാരണയ്ക്ക് വയ്ക്കുകയാണ്. അതായത് സാക്ഷി ഉണ്ടെങ്കിൽ സാക്ഷി വന്ന് കോടതിയിൽ പറയണം. എങ്കിൽ മാത്രമല്ലേ കോടതിക്ക് കൊണ്ട് പറഞ്ഞത് കൊണ്ട് പറ്റില്ല. ഒരു സാക്ഷിയോ തെളിവോ എന്തെങ്കിലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അങ്ങനെ കോടതി പിറ്റേ ദിവസത്തേക്കും വിചാരണയ്ക്ക് ആ കേസ് വെക്കുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ അനുവും ആര്യനും ബാലനും അവരെല്ലാവരും അച്യുതൻ വെല്ലുവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകനെ അന്ന് ഇറക്കിക്കൊണ്ട് വീട്ടിൽ പോകാൻ രാജശ്രീയുടെ അടുത്തും വിളിച്ചു പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരുന്നതല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, കേസ് നാളത്തേക്ക് വീണ്ടും വിചാരണയ്ക്ക് വെച്ചേക്കുകയാണ്. അതിൻ്റെ ദേഷ്യം ബാലൻ്റെ കൂടെ നന്നായിട്ട് അച്യുതൻ കാണിക്കാനായിട്ടോ. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ മോനെ നീയൊക്കെ ഒരു ദിവസം കൂടെ വീണ്ടും കയറ്റാനാണ് ഉദ്ദേശിക്കുകയെങ്കിൽ നീയൊക്കെ അനുഭവിക്കാൻ കിടക്കണതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിടന്ന് ഒച്ചയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അനന്തം പറയുന്നുണ്ട്, അച്യുത നീ കിടന്ന് വേവലാതിപ്പെടണ്ട, ഇനി ഇതല്ല ഇതിൻ്റെ സുപ്രീം കോടതി പോവേണ്ടി വന്നാലും നമ്മുടെ അലോകിനെ നമ്മൾ പുറത്തിറക്കും, പിന്നെ എന്താണെന്ന് പറഞ്ഞ് അനന്തൻ അച്യുതനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അനന്തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അലോക് ചെയ്തത് എത്രത്തോളം തെറ്റാണെന്നും ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളതും അനന്തനറിയാം. പക്ഷെ അച്യുതനെ സമാധാനപ്പെടുത്താനാണ് ആ ഒരു വാക്കൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് അനന്തനും മറ്റൊന്നും സുപ്രീം കോടതിയിൽ കയറാനോ ഇറങ്ങാനോ ഒന്നും നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ വൈകിട്ട് രാത്രി എല്ലാവരും കോടതി പിരിഞ്ഞ് വൈകിട്ടോടുകൂടി വീട്ടിലെത്തിക്കഴിയുമ്പോൾ ആ സമയത്താണ് ഗോമതിയും ബാലനും ഒക്കെ അനുവിൻ്റെ വായിൽ നിന്ന് ആ സത്യങ്ങൾ അറിയുന്നത്. സുകന്യ ഈ കേസിൽ എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇതിനു മുന്നേ ആയിട്ടാണ് പല അനുവിൻ്റെയും അലോകിൻ്റെയും ഫോട്ടോ രീതിയിൽ മോർഫിങ് ചെയ്തൊക്കെ പല ഫോട്ടോസുകൾ മറ്റുള്ളവർ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്തത് അത് ഫോണിൽ കൂടെ അനുവിനെ കാണിക്കുന്നുണ്ട്. സുകന്യയെ കാണിച്ചിട്ട് സുകന്യയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ അലോക് സുകന്യയുടെ അടുത്ത് ആ ഫോൺ കൊണ്ടുവന്ന് അനുവിൻ്റെ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പം അനു ആദ്യമൊന്നും അത് ഫോൺ കോളുകൾ എടുക്കാൻ നിന്നില്ല. പക്ഷേ പിന്നീട് സുകന്യയ്ക്ക് അലോകിൻ്റെ നിർബന്ധപ്രകാരം ആ ഫോട്ടോസ് വച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വേഗം തന്നെ അനുവിൻ്റെ ഫോൺ കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യയും ഭീഷണിപ്പെടുത്തുകയാണ് അലോക്. അങ്ങനെ ഒടുവിൽ സുകന്യ ആ ഫോൺ കൊണ്ടുവന്ന് കൊടുത്ത് അനുവ് സംസാരിക്കാൻ നിർബന്ധിതയാവുകയാണ്. അപ്പം ഈ ഫോട്ടോ നാളെ നിൻ്റെ കല്യാണത്തിന് നിൻ്റെ വീട്ടിലും ആൾക്കാരുടെ കയ്യിലും ഒക്കെ ഇതിൻ്റെ പ്രിൻ്റ് എത്തുമെന്നും നിൻ്റെ വീട്ടുകാരെ നാണം കെടുത്തും, നിന്നെ ഞാൻ നാണം കെടുത്തും എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സുകന്യ
തന്നെ പറയാം, മോളെ ഒരു മാപ്പ് പറയേണ്ട ആവശ്യമില്ലേ ഉള്ളൂ, അതുകൊണ്ട് പോയി ഒന്ന് മാപ്പ് പറയാം. അങ്ങനെ ആരും കാണാണ്ട് അനുവിനെ സുകന്യയാണ് ആ രാത്രിയിൽ വീടിൻ്റെ ആ സൈഡിലായിട്ട് അലോക് വന്ന് നിന്നപ്പോൾ കടത്തി വിട്ടത്. പക്ഷേ സുകന്യയുടെ മനസ്സിൽ യാതൊരു കള്ളത്തരവും ഉണ്ടായിരുന്നില്ല. ഒരു മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം അവൻ്റെ മുന്നിലൊന്ന് താന്നു കൊടുക്കണം. ആ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടുകയാണെങ്കിൽ അവിടെ ആ പ്രശ്നം തീരാണ്. നാളെ ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ലേ. പക്ഷേ സുകന്യ അതിൽ കൂടുതലൊന്നും ഉണ്ടാകുമെന്ന് മനസ്സുകൊണ്ടുപോലും വിചാരിച്ചില്ല. പിറ്റേ ദിവസത്തെ പിറ്റേന്നാണ് നമ്മുടെ സുകന്യ അറിയണത് അനുശ്രീനെ അലോക് തട്ടിക്കൊണ്ടുപോയി. കല്യാണ പെൺകുട്ടി വീട്ടിൽ ദേവമംഗലത്ത് ഇല്ല എന്നുള്ള കാര്യം. അപ്പം ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നും ഇത് എന്താ സംഭവിച്ചതെന്നും സുകന്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിപ്പോയി. അപ്പം ആ കഥകളൊക്കെ അനു പറയണം. പക്ഷേ എങ്കിലും ഗോമതിക്ക് ഭയങ്കര ദേഷ്യമാണ്. കുടുംബത്ത് നിന്നിട്ട് ഈ കുടുംബത്തിലൊരു പെൺകുട്ടിയുടെ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സുകന്യയ്ക്ക് ഞങ്ങളോടൊന്നും പറയാൻ പാടില്ലേ, അവളതാ ചെയ്തത് തന്നെ തെറ്റല്ലേ എന്ന രീതിയിൽ ഗോമതി പറയണ. അപ്പോൾ ബാലൻ പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ അതല്ല ചെയ്യേണ്ടത് ഗോമതി, നമുക്ക് എത്രയും പെട്ടെന്ന് ധർമ്മനെ ഒന്ന് പോയി കാണാം. കൃഷ്ണമംഗലത്ത് നമ്മുടെ ധർമ്മനെ ഒന്ന് പോയി കണ്ടിട്ട് നാളെ കോടതിയിൽ നമ്മുടെ സുകന്യ വന്ന് സാക്ഷി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മോളുടെ സത്യാവസ്ഥ എന്താണെന്ന് കോടതി മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കൃഷ്ണമംഗലത്ത് പോയി ധർമ്മനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോമതിക്കൊരു ടെൻഷൻ. കാരണം എന്ന് വെച്ചാൽ ധർമ്മന് നമ്മളോട് ദേഷ്യവും വൈരാഗ്യമാണല്ലോ. അപ്പോൾ ഇനി ഇത് ചെന്ന് പറഞ്ഞാൽ ധർമ്മൻ അത് അംഗീകരിക്കും. അപ്പോൾ ബാലൻ പറഞ്ഞു, അനുമോളുടെ കാര്യമാണ്, ധർമ്മൻ അതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ആ രാത്രിയിൽ നമ്മുടെ ധർമ്മനെ പോയി കാണാനാണ്. അങ്ങനെ ധർമ്മം പുറത്തിറങ്ങി വന്നു. ആ സമയത്ത് ബാലനും ഗോമതിയും കാര്യങ്ങളൊക്കെ പറയണം. ഇന്നതുപോലെ സുകന്യയ്ക്ക് ഈ കാര്യങ്ങളിൽ പങ്കുണ്ടായിരുന്നു, അവൾ നമ്മളോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് വിചാരണയിൽ കോടതി ഒരു സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ മോള് പറഞ്ഞുവെങ്കിലും നാളെ വിചാരണയിൽ നമ്മുടെ സുകന്യ വന്ന് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ കോടതി വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോളുടെ അവളുടെ ആ സത്യാവസ്ഥ ഒന്ന് കോടതിയെ വിശ്വസിപ്പിക്കാനും അവളുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിനും നീ നാളെ സുകന്യയുടെ അടുത്ത് കോടതിയിലൊന്ന് വരാൻ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ധർമ്മം പറയും, ചേട്ടത്തി അളിയ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൽ സുകന്യയ്ക്കുള്ള ഇൻവോൾവ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇപ്പം നിങ്ങൾ അനുമോളുടെ കാര്യവും പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അലോക് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരമ്മ, ഞങ്ങളെല്ലാവരും, അവൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ അമ്മ ഇന്ദിരാമ്മ ഒക്കെ സങ്കടപ്പെടുന്നുണ്ട്. ഇത്രയും പേരെ ശിക്ഷിച്ചുകൊണ്ട് ഈ കേസ് എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകണേ? രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം ഒന്ന് നിർത്തിക്കൂടെ? ഇതിനൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്തായാലും കേസിന് ഇറങ്ങിപ്പോയില്ലേടാ ധർമ്മ, അതുകൊണ്ട് നീ എങ്ങനെയാണെങ്കിലും സുകന്യയുടെ അടുത്ത് പറഞ്ഞിട്ട് നാളെ ഒന്ന് വാ എന്നൊക്കെ പറയുന്നുണ്ട്. കാല് പിടിക്കും പോലെ തന്നെ ധർമ്മൻ്റെ കാലിൽ നമ്മുടെ ബാലനും ഗോമതിയും അതുപോലെ തന്നെ കെഞ്ചി ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മൻ എന്തായാലും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കോടതിയിൽ പോവേന കേട്ടോ. ഈ കോടതിയിൽ പോണ സമയത്ത് ഈ വക്കീൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വക്കീലും ഇവരെ വക്കീലും തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടയിലുണ്ട് കേട്ടോ. വെല്ലുവിളിക്കുന്ന പോലുള്ള അവരെ വക്കീൽ, അവർ സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന വക്കീലാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ്റെ നേരെ ഒരു ചൊടിപ്പുണ്ട് എപ്പോഴും. അങ്ങനെ കേസ് വിചാരണ തുടങ്ങിയാണ്. അപ്പം അനുമോളടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സുകന്യയുടെ കാര്യങ്ങളും സുകന്യയാണ് ഇതിന് സാക്ഷിയെന്നും എൻ്റെ മാമൻ്റെ വൈഫാണ്, അപ്പോൾ അവരാണ് ഇതിൻ്റെ എല്ലാം സാക്ഷിയായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സാക്ഷിയെ വാഗൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇവിടെ കോടതിയിൽ വരണമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം സുകന്യ ഇല്ലല്ലോ സാക്ഷിയായിട്ട് പറയാനായിട്ട്. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മൻ കോടതിയിൽ സുകന്യയും കൂട്ടിക്കൊണ്ട് വരണത് കേട്ടോ. അനന്തനും അച്യുതനൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കാൻ കേട്ടോ, എന്താ ഇവിടെ സംഭവിക്കാൻ പോണേന്ന്. അപ്പോൾ ബാലനും ഗോമതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ധർമ്മൻ ആ ഒരു കാര്യം ചെയ്തല്ലോ എന്നോർത്ത്. അങ്ങനെ സുകന്യയെ വിചാരണത്തിനായിട്ട് കോർട്ടിൻ്റെ അകത്ത് കയറ്റി നിർത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമ്മുടെ വക്കീൽ ചോദിക്കുമ്പോൾ സുകന്യ ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയും. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഒഴിവാക്കണം എന്ന് കരുതിയാണ് ഇവരുടെ ബന്ധത്തിന് ഞാൻ കൂട്ടുനിന്നത്. അല്ലാണ്ട് ഇതിന് വേറൊരു അർത്ഥവും ഞാൻ ഇതിൽ മുൻകൂട്ടി എടുത്തിട്ടില്ല. പക്ഷേ ഇവരുടെ ബന്ധം പിന്നെ ബ്രേക്കപ്പ് ആവുകയും അനുമോക്ക് വേറൊരു കല്യാണം വരികയും ചെയ്തു. ആ കല്യാണം നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നത്. പക്ഷേ അലോക് പല രീതിയിലും എന്നെപ്പോലും ബ്ലാക്ക് മെയിൽ ചെയ്ത് അനുശ്രീനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ ഒരു വല്ലാത്ത ഭീഷണി പോലെ തന്നെയായിരുന്നു അലോക് പെരുമാറിയിരുന്നത്. അവൻ്റെ ഭീഷണിയിൽ വഴങ്ങിയാണ് ഞാൻ പലപ്പോഴും ഫോൺ കോളുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയും പിന്നെ ഈ ഫോട്ടോസൊക്കെ എന്നെയും കാണിച്ചു തന്നപ്പോൾ അനുമോളുടെയും
അലോകിൻ്റെ മോർഫിൻ ചെയ്ത ഫോട്ടോസ് കാണിച്ചപ്പോൾ എനിക്കും ഭയമായി. അനുവിൻ്റെ കല്യാണം മുടങ്ങുമോ? ഒരു കുടുംബം മൊത്തം നശിച്ചു പോണ ഒരു കേസിൽ ആ പെൺകുട്ടിയുടെ ജീവിതം. അപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ക്ഷമിക്കും എന്നുള്ള രീതിയിലാണ് അലോക് എന്നെ കൊണ്ട് അനുശ്രീനെ തലേ ദിവസം രാത്രിയിൽ അവിടെ എത്തിച്ചതും എൻ്റെ മാപ്പ് പറഞ്ഞ് ഞാൻ അവളെ വിട്ടയക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവൻ അതൊന്നും ചെയ്തില്ല. അവൻ അനുവിനെ പിടിച്ചുകൊണ്ട് പോയി കിഡ്നാപ്പ് ചെയ്ത് പിറ്റെന്നാണ് പിന്നെ അറിയണത് അനുവിനെ കാണാനില്ല എന്നുള്ളത്. ഇത്രേ എനിക്കറിയാം, ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും അനുമോളെ അലോകിന് പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തതെന്നൊക്കെ സുകന്യ ഇങ്ങനെ കോടതിയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സുകന്യ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ കോടതിക്ക് മനസ്സിലാവുന്നുണ്ട് അനു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും ശരിയാണ് എന്നുള്ളത് മനസ്സിലാവുകയും അങ്ങനെ നമ്മുടെ സുകന്യ തെളിവോടുകൂടി ഒരു സാക്ഷി വന്നല്ലോ. അപ്പോൾ കോടതിക്ക് പൂർണ്ണ മനസ്സോടെ അത് ഇതാവുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുവിധം എല്ലാം ഒന്ന് സെറ്റായി എല്ലാം ഒന്ന് വന്ന് അങ്ങനെ അലോകിനെ വീണ്ടും ജയിലിലോട്ട് അയക്കുകയാണ്. അച്യുതൻ ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അനുവിനും ബാലനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ കേസ് വിജയിച്ചു, അവരെ വാദം ശരിയാണെന്ന് കോടതി അംഗീകരിച്ചു. അനുവിൻ്റെ വാക്കുകൾ സത്യസന്ധമായിട്ടുള്ളതാണെന്നും ഒക്കെ അംഗീകരിച്ച് അലോകിന് ശിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്ന സീനെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അനുവിനോടുള്ള വൈരാഗ്യം രാജശ്രീ അങ്ങ് പടരും കണക്ക് പടർത്തേനെ കേട്ടോ. നമ്മുടെ നന്ദിതേനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല, എത്രയും പെട്ടെന്ന് മിത്രേനെ ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ കുടുംബത്തിനോട് ചെയ്ത ദ്രോഹത്തിന് നമ്മുടെ മകളെ ഇനി അവിടെ നിർത്തണ്ട എന്നുള്ള വെല്ലുവിളിയോടെ തന്നെ രാജശ്രീ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ അനന്തനും നന്ദിനി ആലോചിച്ചിരിക്കുന്ന തീരുമാനം എന്തെന്ന് വെച്ചാൽ മിത്രേനെ ആര്യനെ അംഗീകരിച്ച് ഈ കൃഷ്ണമംഗലത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. എവരുടെ മകൻ ചെയ്ത തെറ്റിൻ്റെ, അതായത് അച്യുതൻ്റെ മകൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ തൻ്റെ മകൾ എന്തിനാണ് ഈ കുടുംബത്തിൽ നിന്ന് പുറത്താവേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ അവളെ കുടുംബം കളയണത്? അവൾ ഭാര്യയും ഭർത്താവുമായിട്ട് എൻ്റെ മകളും മരുമോനും കഴിയുന്നു. അവർ തമ്മിൽ ഒരു ശത്രുതയും ഒരു ഇഷ്ടക്കുറവും ഇല്ല. പിന്നെ എന്തിനാണ് അവളെ ഞാൻ പോയി ഞങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞത്? അതുകൊണ്ട് അവർ രാജശ്രീയുടെ ആ ഒരു വാക്കിനോ അല്ലെങ്കിൽ അച്യുതൻ്റെ വാക്കിനൊന്നും അവർ കൂട്ടു നിൽക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു തന്നെ കരുതണോ? പിന്നെ നമ്മുടെ ദേവിയുടെ കാര്യത്തിനുള്ള തീരുമാനങ്ങൾ ഇനി പിടപിടയെന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനിടയിൽ അതായത് ഇന്ന് കോടതി കഴിഞ്ഞ് കേസ് കഴിഞ്ഞ് നമ്മുടെ അലോക് ജയിലിലോട്ട് പോകുന്നതിന് മുന്നേ അലോക് ഒരു മുന്നോടിയായിട്ട് ഒരു പടി മുന്നോട്ടെറിയണ പോലെ ഒരു നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അതായത് അനുവിൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നീ ചെയ്തതാണ് ശരി, എനിക്ക് തരാവുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് ശിക്ഷ തന്നെയാണ് നീ തന്നത്, ഞാൻ സ്വീകരിക്കണം. കാരണം നിന്നോട് ഞാൻ ചെയ്ത തെറ്റ് അത്രത്തോളം വലുതാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് അനു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിന്നോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുകയാണ്. നീ എന്നോട് വെറുപ്പ് എത്ര കാണിച്ചിരുന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇമോഷണലായിട്ടാണ് നമ്മുടെ അലോക് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അതെവിടെയോ അനുവിൻ്റെ മനസ്സിലൊരു കണിക പോലെ ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന സീനിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സാന്ത്വനം ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. കാരണം ആ ഒരു ഇഴച്ചിലൊക്കെ ഒന്ന് മാറി ഇപ്പം പടപടയെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കേസും കോടതിയൊന്നും ഒത്തിരി നീട്ടാണ്ട് തന്നെ അത് ആ ഒരു രീതിയിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ പാണ്ഡ്യൻ 2-നെക്കാട്ടും കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. കുറേ കഥാപാത്രങ്ങൾ അതിൽ സീരിയസ് റോളാണ്, മലയാളത്തിൽ എന്നാൽ കുറച്ച് കോമഡി റോളൊക്കെ ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ സാന്ത്വനം 2-ഉം പാണ്ഡ്യൻ 2-ഉം തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ ആ ഒരു ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഓരോ പ്രൊമോസും വരുമ്പോൾ നമ്മൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഇതേ ചാനലിൽ നമ്മൾ മഴ തോരും മുമ്പേ എന്നൊരു പ്രൊമോയും കൂടെ ഇടുന്നുണ്ട്. ആ പരമ്പര, അപ്പോൾ 2 പരമ്പരയുണ്ട്, സാന്ത്വനം 2-ഉം മഴ തോരും മുമ്പേ. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.